Okay. Magic morning. Okay, sir. Magic morning. Morning. Magic morning. 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 Magic morning. Okay, thank you so much to all. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. സോ എല്ലാവരുടെ പ്രസൻസും നമ്മുടെ സെഷനും നമ്മുടെ ഫീഡ്ബാക്ക് സെഷനും ഒക്കെ കഴിയുന്നവരെ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ നമുക്കിന്ന് സെഷൻ എടുക്കുന്ന നമ്മുടെ ബി മാജിക് മെമ്പർ ആയിട്ടുള്ള ബഷീർ സാറാണ്. സോ ഇന്നത്തെ ടോപ്പിക് ഉണ്ട് ഹൗ ടു എസ്കേപ്പ് ഫ്രം ഡെപ്റ്റ് ആണ്. ഓക്കെ, സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ബഷീർ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ബഷീർ സർ, പ്ലീസ് വെൽക്കം സർ. Magic morning. Am I audible? Yes, sir. Yes. Okay, sir. Magic morning, sir. ബി മാജിക്കിന്റെ ഫൗണ്ടേഴ്സിനെ സ്മരിച്ചും കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം അവരാണ് ഈ വേദി. അവരുടെ മനസ്സിൽ ഒരു നടത്തത്തിൽ ഉദിച്ച ഒരു സംഭവമാണ് ബി മാജിക്. സൈഫു, മുസ്തഫ, ഹിദായ ഇവരാണ് ഇതിന്റെ തുടക്കക്കാർ. ഇവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഒരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യണം. ആ ആശയത്തിന്റെ മേലാണ് ഇപ്പം നമ്മളെല്ലാവരും ഇത്രയും കാലം എന്തൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ബി മാജിക്. അപ്പം അവരെ സ്മരിച്ചും കൊണ്ടും ഞാൻ എൻ്റെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും സ്മരിച്ചും കൊണ്ട് തുടങ്ങുന്നു. കടം ജീവിതത്തിൽ എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കടം മലയാളികളുടെ ഇടയിൽ ഒരു സർവേ വരെ പഠിത്ത് ഞാൻ വായിച്ചതിൽ മലയാളി ഫാമിലികളിൽ 60-65% ഫാമിലികളും കടത്തിലാണ്. കടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വീട് ഉണ്ടാക്കിയ കടം, ബാങ്കിൽ നിന്ന് വാങ്ങിച്ച്, അല്ലെങ്കിൽ വാഹനം, അല്ലെങ്കിൽ ഒരു വിവാഹം. ഇതൊക്കെ ഇതിൽ കൂടിയൊക്കെയാണ് നമുക്ക് കടങ്ങൾ, രോഗം, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ കടത്തിലേക്ക് എത്തിക്കുന്നത്. ആരും കടം വാങ്ങാൻ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്നില്ല, നിവൃത്തിയില്ല. ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ അപ്പം എവിടെ നിന്നെല്ലാം കിട്ടാം, എവിടെ നിന്നെല്ലാം സംഭവിക്കുന്ന അവിടെയൊക്കെ പോയിട്ടത് സംഘടിപ്പിച്ച് പൈസ ഉണ്ടാക്കുക എന്നതാണ്. എങ്ങനെയെങ്കിലും ഇത് അടക്കാൻ പറ്റൂല എന്നും ആ സമയത്ത് ചിന്തിക്കില്ല. കാര്യം നടന്നു കിട്ടണം, അപ്പം കടമാവും. പിന്നീടാണ് ഇതിന്റെ ഭവിഷ്യത്തിനെ പറ്റിയിട്ടും. വീടുണ്ടാക്കുന്ന ആൾക്കാർ വീടുണ്ടാക്കുമ്പോൾ വിചാരിക്കുക ബാങ്കിൽ തരുമല്ലോ പൈസ. പക്ഷെ ഇയാളെ ജീവിതം മുഴുവൻ ജീവിക്കുന്ന വീടിന്റെ കടം വിട്ടാണ്. അയാൾക്ക് ജീവിതം തന്നെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും ടെൻഷനാണ്. ഒരടവ് തെറ്റിയാൽ പിറ്റേന്ന് ബാങ്ക് അതിൻ്റെ ഡബിള് പെനൽറ്റിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യും. അപ്പോൾ അയാളെ ഏണിങ് മുഴുവൻ കടത്തിലേക്ക് പോവുകയാണ്. കുറേ അധികം ആൾക്കാരുണ്ട്. ശമ്പളം കിട്ടിയാൽ 10ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റൊട്ടേഷനാണ്. ഞാൻ പ്രവർത്തിക്കുന്ന അവിടെ തന്നെ സ്റ്റാഫ് 10-40 സ്റ്റാഫുണ്ട്. എല്ലാവരും ഡിസ്കസ് ചെയ്താലും എല്ലാം 15, 20, 30ാം തീയതി വരെ ശമ്പളം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇല്ല. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒന്നാമത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു അഭാവമാണ്. മെയിനായിട്ട് നമ്മളിപ്പം ഒരു ബി മാജിക് കമ്മ്യൂണിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഡിസിപ്ലിൻ ഓറിയന്റഡ് കമ്മ്യൂണിറ്റി. കാരണം നമ്മൾ കൃത്യമായിട്ട് സമയത്തിന് എഴുന്നേൽക്കുന്നു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, മെഡിറ്റേഷനിൽ കൃത്യമായി പങ്കെടുക്കുന്നു, അതിനുശേഷമുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അപ്പം അത് വിവിധ ക്ലാസ്സുകൾ, വ്യത്യസ്ത തര ക്ലാസ്സുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിലുള്ളത്. അപ്പം നമുക്ക് ഇതിന്നൊക്കെ ഏകദേശം ഞാനിത് പറയുന്നത് ഇതിൽ കടക്കാരുണ്ടാവും എനിക്ക് വളരെ ദുർലഭമാകാനാണ് ചാൻസ്. ഉണ്ടെങ്കിൽ പണ്ടുണ്ടാക്കിയ കടായിരിക്കും. അപ്പൊ കടത്തിനെ നമ്മൾ തീർക്കണം, കടത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മളൊന്ന് തീരുമാനിക്കണം മനസ്സിൽ
കൃത്യമായ ഒരു അച്ചടക്കം പാലിക്കണം. ഇപ്പൊ നമ്മളിപ്പം ശാരീരിക അച്ചടക്കത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്ന മാതിരി, അല്ലെങ്കിൽ മാനസിക അച്ചടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അതുപോലെ ഫൈനാൻഷ്യൽ അച്ചടക്കം അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ നല്ലൊരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കണം. ഏതായാലും കടങ്ങൾ വന്നുപോയി, ഇനി കടെടുക്കൂല എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ടല്ലേ ബാക്കി കാണാം. ഇനി എന്ത് വന്നാലും ഞാൻ കടെടുക്കും. എന്ത് വിഷയം വന്നാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ആ ഉദ്ദേശിക്കുന്ന ലക്ഷറി എന്താ, ലക്ഷറി ആണോ വേണ്ടാണോ എന്തായാലും അത് പൈസ ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുന്ന ആൾക്ക് കടത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യ ഇനീഷ്യൽ പ്രാഥമിക പ്രൈമറി സ്റ്റെപ്പാണത്. അത് ചെയ്യണം. അത് ചെയ്യാതെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഉപയോഗിക്കാം. വിഷ്വലൈസേഷൻ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂടെ ആക്ഷനും കൂടി ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ആദ്യമായിട്ട് നമ്മളെ ചെലവുകൾ എന്താന്ന് മനസ്സിലാക്കും. ആദ്യം നമ്മളെ ചെലവ് എന്താണ്. അപ്പൊ ചെലവ് എന്താന്ന് ഡെയിലി നമുക്ക് എല്ലാവരോടും ചോദിച്ചാൽ പൈസ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല, ആർക്കില്ല. ഒരു ഡെയിലി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസ് അവിടെ എഴുതി വെച്ചിട്ട് അത് മന്ത്ലി നോക്കുക, ഇത്ര എവിടെല്ലാം എന്തെല്ലാം വകയിൽ പോയി, ഭക്ഷണത്തിന് എത്ര പോയി, അല്ലെങ്കിൽ ഫുഡ് ഇത് ഫ്യൂവൽ വാഹനം ഉപയോഗിച്ചതിൽ എത്ര പോയി, അങ്ങനെയുള്ള കൃത്യമായ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ കണക്ക് നമ്മളെ കയ്യിൽ വേണം. എന്നാലേ നമുക്കത് എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റണം നോക്കാം. ചിലപ്പോൾ ഒരു 1000 റുപ്യ 2000 റുപ്യ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ 2000 റുപ്യ നമ്മളെ കടത്തിലേക്ക് നമ്മൾ പ്രിൻസിപ്പൾ അടച്ചിരിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് അതിലൊരു 10-25,000 റുപ്യ കടം കുറഞ്ഞു കിട്ടും. എവിടാണ് നോക്കുക നമ്മൾ. അതറിയണമെങ്കിൽ നമ്മളെ ഇൻകം എല്ലാവർക്കും അറിയാം. ഇൻകം അറിയാത്തൊരാരുണ്ടല്ലോ. ഇൻകം ഒരു സോഴ്സേ ഉള്ളൂ. മറ്റേ എക്സ്പെൻസ് അങ്ങനെയല്ല, പല വഴിക്കും വരും. നമ്മൾ വിചാരിച്ച വഴിക്കും വിചാരിക്കാത്ത വഴിക്കും എവിടുന്നാണ് എക്സ്പെൻസ് കയറി വരിക നമുക്ക് തന്നെ അറിയാം. അപ്പൊ അതിന് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയേ തീരും. ഒരു ബഡ്ജറ്റ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇത്ര രൂപന്റെ എക്സ്പെൻസിലേക്ക് 2-3 മാസം നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് നമ്മളെ മാസം ചെലവ്, നിർബന്ധിത ചെലവ്, നമ്മളെ നീഡ്സ്, അത്യാവശ്യം നമുക്ക് ജീവിച്ചു പോകാനുള്ളത്. ഇപ്പൊ വാൺസിലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നീഡ്സും വാൺസും തമ്മിലുള്ള ആ ഡിഫറൻഷിയേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന മെച്ചങ്ങള് പഴയ കടം തീർക്കാൻ ഉപയോഗിക്കാം. പിന്നീട് ഉള്ളത് ഇപ്പം വീടെടുക്കുന്ന ഒരു എക്സാമ്പിൾ, വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾ വീട് ഒരു 10 years ബാക്ക് ആയിരിക്കും എടുത്തതെന്ന് വെച്ചത്. അങ്ങനെയാണ് എന്തായാലും 10-30 വർഷത്താണ് ഇതിന്റെ EMI വരിക. അപ്പോൾ ഇനി ഒരു 20 കൊല്ലം അയാൾ അടക്കാനുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ലേറ്റസ്റ്റ് ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് എവിടെയെങ്കിലൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ അയാൾ അന്ന് എടുത്തതിനെക്കാട്ടി വളരെ കുറഞ്ഞിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാകാൻ ചാൻസ് ആണ്. കാരണം ഹോം ലോണൊക്കെ ഇപ്പൊ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട് കുറെ കാലം. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കുക എവിടാണ് ഹോം ലോണിൽ ഇൻട്രസ്റ്റ് കുറവെന്ന് വെച്ചാൽ അവിടെ പോയി നെഗോഷിയേറ്റ് ചെയ്തത് എന്നിട്ട് അവിടെ നിന്നൊരു പുതിയ ലോൺ സങ്കല്പിച്ചിട്ട് പഴയ ലോൺ നന്നായിട്ട് ക്ലിയർ ചെയ്യുക. അപ്പൊ നമുക്കിപ്പം സപ്പോസ് 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സംഭവത്തിൽ നിന്ന് നമ്മൾ 6%ലേക്ക് വരികയാണെങ്കിൽ നമുക്കതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് വരും. ഇൻ ഫ്യൂച്ചർ ലോങ് ടേമിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 6% ഒക്കെ വലിയൊരു സംഖ്യ ആയിരിക്കും. അങ്ങനെ മാറ്റാം. പിന്നെ നമ്മൾ കടം എഴുതി വെക്കുക കൃത്യമായിട്ട്. നമ്മൾ കടം വാങ്ങിയ സ്ഥാപന വ്യക്തി, അത് ഡേറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ്, അതിൻ്റെ അടവിൻ്റെ സമയം, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. ഡെയിലി ഒരു കോളം വൈസ് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് ഓരോ മാസം അതിലേക്ക് നോക്കണം. അപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആവുള്ളൂ. കൃത്യമായിട്ട് കണക്ക് വേണം.
നമുക്ക് നല്ലൊരു അതിന് പേയ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നമ്മൾ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളൊക്കെ അറിയണം. എന്നാലല്ലേ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ കടത്തിന് എവിടെല്ലാം കടമുണ്ട്, എത്ര ഉറുപ്പുണ്ട്, നിസ്സാരമായ കടമാണോ, ചെറുതുണ്ടാവും വലുതുണ്ടാവും, കുറച്ച് വലിയ എമൗണ്ട് ഉണ്ടായിരിക്കാം. ഇപ്പം വീട്, കല്യാണം, ഇതൊക്കെയാണ് മലയാളീനെ കഷ്ടപ്പെടുത്തുന്ന 3 കാര്യം. ഭൂതങ്ങൾ എന്നാ പറയാ. വീട്, വിവാഹം, വാഹനം. ഇതിലാണ് നമ്മളെ ആൾക്കാർ പൈസ പോകുന്നത്. എത്രയോ ആൾക്കാര് ആവേശത്തിന് കാർ എടുത്തിട്ട് അയാൾക്ക് അത് ആവശ്യമേ ഉണ്ടാവില്ല. അയാള് യൂസ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കുമ്പോ അയാൾക്ക് ശരിക്കും ഒരു യൂബർ വിളിച്ച് പോണ ലാഭം. കാരണം അയാളെ ഈ EMI ഇതൊക്കെ കൂട്ടുമ്പോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടില് ഇങ്ങനെ ലോണായിട്ട് വാങ്ങിച്ചിട്ട് അവസാനം ആവശ്യമുള്ളത് വിറ്റിട്ട് ആ കടം വീഴേണ്ടി വരും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വാഹനം ഇപ്പൊ എനിക്ക് വാഹനം ആവശ്യമുണ്ടാവോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും എന്റെ യാത്രകൾ ഇത്ര ഉണ്ട്, ആ യാത്രകൾക്ക് എനിക്കൊരു യൂബറോ മറ്റോ വിളിച്ചാൽ മെച്ചം അതല്ലേ? ഇതിന്റെ മെയിൻ ഒരു കാറ് വാങ്ങിയിടുക എന്ന് പറഞ്ഞിട്ട് പറയില്ല. കാറ് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള പെട്രോൾ, ഫ്യൂവല്, അതിന്റെ മെയിൻ്റനൻസ്, ഇതൊക്കെ ചെലവ് തന്നെയാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ ആ സമയത്ത് ഈ കാർ ഉപയോഗിച്ചാൽ 10 ഉറുപ്പ്യ ആണെങ്കിൽ മറ്റു ഒരു 20 ഉറുപ്പ്യ കൊടുത്താൽ നമുക്ക് ലാഭം അതാ. നമ്മൾ ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഡെമോക്രസിന്റെ വാൾ തലിന്റെ മേലെ കിടക്കൂല, ഈ ബാങ്കിന്റെ ലോണും EMI. വാഹനം വല്ലാതെ ആവശ്യമില്ലാതെ വാഹനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പുതിയ വാഹനം ഉപയോഗിച്ച വാഹനത്തിന് കുഴപ്പമുണ്ടാവില്ല. കമ്പനിക്കാരൻ സെയിൽസ്മാൻ വന്നിട്ട് പറയും, ഞങ്ങളെ വണ്ടിക്ക് ഇത്ര വില കാണാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അത് ഇങ്ങനെ ചെയ്യാം, ഇത്ര ഇപ്പൊ നിലവിലെ EMI ഇത്രയും കൂടി കൂട്ടിയാൽ മതി, അങ്ങനെ പറഞ്ഞ് അത് സെയിൽസ്മാൻ അവന്റെ മിടുക്കാണ്. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ നോക്കുക. എനിക്കിപ്പോ വാഹനം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ആവശ്യമില്ലാതെ ഉള്ള കടങ്ങളിൽ അങ്ങനെ ചെന്ന് പെട്ടുപോണ്. അടുത്ത വീട്ടുകാരെ വണ്ടി മാറ്റിയാൽ നമുക്കും വണ്ടി മാറ്റണം, അല്ല അയാൾ കാറ് വാങ്ങിയാൽ നമുക്കും കാറ് വാങ്ങാം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അതിൽ നിന്ന് ഒഴിവാക്കി. ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ പോക്കറ്റിനനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഉള്ള കടത്തുനിന്ന് രക്ഷപ്പെടും. പുതിയ കട ഉണ്ടാക്കൂല എന്ന് ആദ്യം തീരുമാനിക്കണം. പിന്നെ ചെറിയ ചെറിയ കടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫസ്റ്റില് നമ്മള് പ്രിഫറൻസ് കൊടുക്കണം. ഈ ചെറിയ ചെറിയ കടങ്ങളാ നമ്പർ ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ എണ്ണം കുറയ്ക്കുക. ഇപ്പൊ നമ്മൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു 20 ആളുണ്ടെങ്കിൽ അതിൽ 10 ആളോ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ആ 10 ആൾ ആദ്യം തീർത്തിട്ട് നമ്മളെ ലിസ്റ്റ് ഒന്ന് വണ്ണം കുറയ്ക്കുക. 20-ൽ നിന്ന് 10-ലേക്കോ 5-ലേക്കോ എത്താൻ ശ്രമിക്കുക. അത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ടുള്ള ഒരു കടത്തിന് ഇപ്പൊ ഒരു 10 ആളെ കടണ്ട്, അതിന്റെ എമൗണ്ട് കൂട്ടിയിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബാങ്ക് ലോൺ എവിടുന്ന് വേറെ എന്തെങ്കിലും കിട്ടണമെന്ന് സിംഗിളിലേക്ക് കയറ്റുക. പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കടത്തിന് അതിലേക്ക് കൂട്ടണ്ട. ഇൻട്രസ്റ്റിൽ നമ്മൾ കൊടുക്കണ്ടല്ലോ. ഇപ്പൊ ഫാമിലിയിൽ നിന്ന് ചിലർ വാങ്ങുന്നു, അപ്പൊ ഇൻട്രസ്റ്റ് അത് അവധിക്ക് കയ്യിൽ നിന്ന് കൊടുക്കാൻ ശ്രമിക്കുക. കൊടുത്താലേ അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഇൻകം ഉണ്ട്. ഇപ്പൊ സാലറി പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ബോണസ് ഉണ്ടാവും, അല്ലെങ്കിൽ TDS പിടിച്ച ശമ്പളത്തിനുള്ള ആൾക്കാർക്ക് റീഫണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ കയ്യിൽ വരുമ്പോ അപ്പൊ വേറെ എക്സ്ട്രാ, അപ്പൊ അതിനേക്കാൾ വലിയ ചെലവുള്ള സാധനം വാങ്ങാതെ ഉള്ള കടത്തിലേക്ക് ആ പൈസ ഉടനെ തീർക്കുക. അപ്പൊ നമുക്കിപ്പം ഡ്രസ്സ് ആവശ്യത്തിനുണ്ട്, അപ്പം പിന്നെ ഇപ്പൊ സാധാരണ ബോണസ് ഒക്കെ കിട്ടിയാൽ അപ്പോഴേക്കും നിങ്ങൾക്കറിയില്ല, ഓണത്തിനൊക്കെ കണ്ടില്ലേ കമ്പനികളുടെ അഡ്വർടൈസ്മെന്റിന്റെ പ്രളയ. ഇവരൊക്കെ ഇപ്പൊ പൈസ ഉണ്ടായിട്ട് പോയി വാങ്ങുന്ന കസ്റ്റമർ അല്ല, എല്ലാം EMI. കാരണം ഇപ്പം പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ ന്യൂസ് ഇല്ല, ഫുള്ള് ഓരോ കമ്പനീന്റെ ഫുൾ അഡ്വർടൈസ്മെന്റ്സാ നമ്മളെ. കാരണം അവർക്ക് മലയാളി കടം വാങ്ങിയിട്ടെങ്കിലും ഉഷാറാക്കുന്നു, കടത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല.
പ്രാവശ്യത്തൊക്കെ ഓരോ കമ്പനി പറയുന്ന 5000 കോടിന്റെ ടേൺ ഓവർ നമ്മൾ ചെയ്തു. ഈ 5000 കോടിന്റെ ടേൺ ഓവർ കസ്റ്റമർ കയ്യിൽ നിന്ന് നീട്ടി കൊടുത്ത പൈസ ഇല്ല, ബാങ്കില്. അപ്പൊ ബാങ്കുകാർക്കും കച്ചവടമായി. ഇവൻ ഈ വാങ്ങിയവനാണ് ജീവിതം മുഴുവൻ ഇത് തന്നെ പണി. നയിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ നയിക്കുക. ഒരു 30-ാം തീയതി ആകുമ്പോൾ ഉള്ള പൈസ മുഴുവൻ കൊണ്ടിട്ട് ഇൻട്രസ്റ്റിലേക്ക് പേ ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കൂടും. ഒരു TV നല്ലോണം വർക്ക് ചെയ്യുന്ന TV ആയിരിക്കും. അപ്പോഴേക്ക് വേറെ എന്തെങ്കിലും ഫീച്ചർ കണ്ട എനിക്ക് ഈ ഫീച്ചറുകളൊക്കെ നമ്മൾ വളരെ റയറായിട്ട്. ഇപ്പൊ ഫോണിൽ തന്നെ ഇപ്പൊ നല്ലൊരു ഫോണിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടാവും, എല്ലാം ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അവർക്ക് നമ്മൾ ആവശ്യമുള്ളത് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അത്യാവശ്യത്തിനുള്ള ഫീച്ചർ ആണ്. ഇത് പൈസ ഉള്ളവൻ ചെയ്തോട്ടോ, പൈസ ഉള്ളവൻ ചെയ്യാണ്ടായാലേ മാർക്കറ്റിൽ പൈസ വരുള്ളൂ. ഈ ഇല്ലാത്തവൻ ഇങ്ങനെ കടം വാങ്ങി ചെയ്യുമ്പോൾ അവന്റെ ലൈഫ് പോവുകയാണ്. പിന്നെ ഇപ്പം കണ്ടമാന ലോട്ടറിയിലൊക്കെ എത്ര ആൾക്കാരെ പൈസ പോകുന്നുണ്ട്. ആകെ ഒരാൾക്ക് കിട്ടുന്നുള്ളൂ. കിട്ടുന്നതന്നെ ഇപ്പൊ അവരെ ചരിത്രം പഠിച്ചു നോക്കുമ്പോ ആർക്കും 2 കൊല്ലത്തിൽ കോടികൾ കിട്ടിയോന്നപ്പോ 2 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത കൊലത്തിലേക്കാണ്. കാരണം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാത്തവന്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ആ പൈസ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പോകണേ അറിയില്ല. ഇപ്പൊ നിങ്ങള് ഈ ലോട്ടറി കിട്ടിയവരെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഈ ലോട്ടറി കിട്ടിയവരെ ഇപ്പോഴത്തെ പൊസിഷൻ 10-20 ആൾക്കാരിലെ 1-2 ആൾക്കാർ മാത്രമേ ശരിക്കും മാനേജ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 18-20 90% ഇങ്ങനെ വിത്തിൻ ഒരു 2-3 കൊല്ലം കൊണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒരു 0 ആയിരിക്കും. കാരണം ഓനത് വേണ്ട മാതിരി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും കിട്ടില്ല. ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കാശ് കയ്യിൽ വന്നു, കാശ് പെട്ടെന്ന് വീഴുമ്പോ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അത് പല നിലക്കും 0 ആയി പോവാണ്. കാരണം ആവശ്യമില്ലാത്ത പൈസ നനയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നമ്മള് സാധാരണക്കാരെ ഒരു ഉറുമ്പ് കൊണ്ടുപോയി വെക്കുന്ന മാതിരി ഇങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ എമർജൻസി വന്നു കഴിഞ്ഞാൽ കാക്ക കുത്തണ മാതിരി നന്നായിട്ട് അതങ്ങോട്ട് പോകും. ഇപ്പൊ എത്രയോ ഫാമിലി ഉണ്ട്, ചിലരങ്ങനെ എടുത്തു വെക്കും. പക്ഷെ അത് വേണ്ടമായി ചെയ്യാത്തോണ്ട് ഒരു ഹെൽത്ത് പ്രോബ്ലം വരുമ്പോ ഒന്നായിട്ട് ആ പൈസ പോയി. പിന്നെ അവരടുത്ത് 5 പൈസ ഉണ്ടാവില്ല. കാരണം ഇന്നിപ്പം കോഴിക്കോട് തന്നെ ഇപ്പം ഞാൻ കോഴിക്കോടാ. കോഴിക്കോട് എന്നുള്ളപ്പം ഒരു 3-4 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ അമേരിക്കയിലെ കുത്തക കമ്പനികൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. അതായത് ഇവർക്ക് ആകെ 600 കോടി കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ 1200-1500. ഇവന് ഈ 1500 കോടി മുടക്കിയാണ് വെറുതെ നടക്കുവോ? അവനൊരു രോഗി അവിടെ വന്നിട്ടാണ് എൻ്റയർ ഫെസിലിറ്റി കൊണ്ട് ഓനെ ഓട്ടിപ്പിച്ചിട്ട് ഓനെ പിഴിഞ്ഞിട്ടേ വിടുള്ളൂ പുറത്തേക്ക്. അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തവന് ഇപ്പൊ ലാഭം ഉണ്ടാക്കണ്ടേ? അപ്പൊ നമ്മളൊരു രോഗമായിട്ട് ഇപ്പൊ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലത്തെ സ്ഥിതി മാനേജ്മെന്റിന്റെ കുഴപ്പം, സർക്കാർ സംവിധാനത്തിന്റെ തകരാറുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നല്ല ട്രീറ്റ്മെന്റ്, നല്ല ഏബിൾ ഡോക്ടേഴ്സ്. പക്ഷെ മാനേജ്മെന്റും മറ്റേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുഴപ്പം കൊണ്ടൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആൾക്കാർ വേഗം പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇങ്ങനെ കൊള്ള തുടങ്ങി കഴിഞ്ഞാല് ജനം ഇവിടെ പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്പൊ അതിന് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ഇപ്പൊ നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവണ് ഇനി അങ്ങോട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം അത്രയും കാശ് ഒറ്റയടിക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഈ രോഗത്തു നിന്നൊക്കെയാണ് വലിയ വലിയ കടങ്ങൾ വരുന്നത്. ഒരു നല്ല രോഗം വന്ന് എനിക്കാണെങ്കിൽ എന്താ ചെലവെന്നറിയാം, ഭയങ്കര ചെലവാണ്. ഹോസ്പിറ്റലിലൊക്കെ ഒരു ടെസ്റ്റിന് തന്നെ 60-80 റുപ്യ ടെസ്റ്റിനാണ്. നിങ്ങളെ രോഗം നിർണയിക്കാൻ, ട്രീറ്റ്മെന്റ് ഇല്ലല്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് അതിനുള്ള ഇൻഷുറൻസ് ബാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ അത് കടത്തിലേക്ക് വരുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ ബോണസ്, ടാക്സ് റീഫണ്ട് ഇതൊക്കെ പിന്നെ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും
ഇപ്പൊ എന്താ ഇൻകം 10 റുപ്യാണ് കിട്ടുന്നത്, അത് 20 റുപ്യ ആകാൻ എന്താ വഴി നോക്കുക. ഇപ്പൊ സപ്പോസ് ഒരു പീവൺ ആണെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും ഒരു ഡ്രൈവിങ് എന്തെങ്കിലും അയാൾ ജോലിക്ക് വേണ്ട. അതേമാതിരി വേറെ സ്റ്റാഫ് എന്ത് കമ്മ്യൂണിക്കേഷനിലാണ് ഏതാ വീക്ക്നെസ്, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് വർദ്ധിപ്പിക്കുക. അക്കൗണ്ടന്റ് ആണെങ്കിൽ അയാള് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അക്കൗണ്ടൻസിന്റെ ഒക്കെ പഠിച്ചെടുത്തിട്ട് അയാള് എന്താണ് അയാൾ ചെയ്യുന്ന ജോലി അത് അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ട് അതൊന്നും ചിലപ്പോൾ ആ നിലവിലെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വേറെ സ്ഥാപനത്തിലേക്ക് പോകാൻ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇത് വരും. അപ്പൊ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ നോ പറയാൻ പഠിക്കണം. ഒരു സാധനം എന്ത് സാധനം നമുക്ക് ഓഫർ, ഏത് സെയിൽസ്മാൻ വന്ന് എന്ത് പഞ്ചാര വാക്ക് പറഞ്ഞാലും അത് എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതാണ് അത് നോ അപ്പൊ അവന്റെ മുഖത്ത് നോക്കി പറയണം. ഐ കാണ്ട് അഫേർഡ്, എനിക്കത് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി എത്തിയിട്ടില്ല എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞാല് അവൻ എൻ്റെ അടുത്ത് ആര് വന്നാൽ ഞാൻ ആദ്യം പറയില്ലതാ, എൻ്റെ അടുത്ത് പൈസ ഇല്ല മോനെ, ഐ കാണ്ട് അഫേർഡ്, പൈസ വരുമ്പോ ഞാൻ എന്നെ വിളിച്ചോളാം, നമ്പർ തന്നാലും മതി. വെറുതെ നമുക്ക് പിന്നെ അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഒരു വലിയ സാധനം വാങ്ങണമെങ്കിൽ പെട്ടെന്ന് വാങ്ങാതിരിക്കുക. ഒരു സാധനം നമ്മൾ വാങ്ങണം, ഒരു മാളിൽ പോയിട്ട് നോക്കുമ്പോൾ ആ ഒരു സാധനം കണ്ട് അത് വാങ്ങണം. എന്നാൽ അത് ആ പെട്ടെന്നുള്ള ആ ഇമ്പൾസിൽ വാങ്ങാതെ ഒരാഴ്ച ആലോചിച്ചിട്ട് തീരുമാനിക്കുക വേണോ വേണ്ടേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആവശ്യകത മനസ്സിലാവും. അത്ര അത്യാവശ്യമാണെങ്കിൽ അത് നിങ്ങളെങ്ങനെ ഹരാസ് ചെയ്ത് നിങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ ബ്രാവോ അതൊന്നും ഇല്ല ഇത്രയും കാലം ജീവിച്ചില്ലേ അത് മതി. അങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞാൽ ലക്ഷറി ഒഴിവാക്കണ്ടെന്നല്ല കേട്ടോ, ലക്ഷറി വേണം അത്യാവശ്യം. എന്നുവെച്ചാല് നമ്മളിങ്ങനെ മൊത്തം കടത്തിലാക്കി ഒരു 80% കടവും വെച്ചിട്ട് ഇങ്ങനെ ലക്ഷറി അഭിനയിക്കുക എന്തൊരു സുഖം കിട്ടുക. അത്ര ആൾക്കാർ നല്ല നല്ല വീടുണ്ടാക്കിയിട്ട് ഉറക്കം കിട്ടില്ല. കാരണം ഇവന്റെ മുമ്പിലൊക്കെ ഈ ഡെമോക്രസിന്റെ വാളിങ്ങനെ തലയിൽ കിടക്കുക മേലെ, ഇത് എപ്പോഴാ വീഴാന്നല്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വീട് ജപ്തിയായ ന്യൂസ് പേപ്പറിലും വരുമ്പോ വൃത്തിയായി ടെൻഷൻ കൂടി. പിന്നെ മൂപ്പര് നല്ല ആരോഗ്യമുള്ള പോയിട്ട് BP, കൊളസ്ട്രോള്, മറ്റേത് മറ്റേത് ഷുഗർ, 90% സൈക്കോസോമാറ്റിക് ഡിസീസസ് ആണ് നമ്മളെ നാട്ടില്. ഇങ്ങനെ ടെൻഷൻ, മാനസികമായ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പൊ 90%. ഇതെങ്ങനെ വരുന്ന ടെൻഷൻ? ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭാരം തലയിൽ കയറ്റി വെക്കുമ്പോൾ ഉണ്ടാകുന്ന. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ നോ പറയാൻ പഠിക്കുക. പിന്നെ ഡിസ്കസ് ചെയ്യണം ഫാമിലിയായിട്ട്. ഫാമിലി ഡിസ്കഷൻ നടക്കുന്നില്ല, കുട്ടികൾക്ക് അറിയുന്നില്ല ഗൃഹനാഥന്റെ വരുമാനം എത്രയാണ്, ഭാര്യക്ക് വരെ അറിയുന്നില്ല എത്രയാന്നില്ല. ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാള് എടുത്തു കൊടുക്കുക, ഇയാള് ഡിസ്കസ് ചെയ്യുന്നില്ല എനിക്ക് ഇത്രാട്ടോ വരുമാനം. അങ്ങനെ ഫാമിലിയിൽ ഡിസ്കഷൻ, കുട്ടികൾ വരെ അറിയണം നമ്മളെ വരുമാനം. അപ്പൊ നാളെ ഒരു ഡിമാൻഡ് അവർക്ക് ചോദിക്കുമ്പോൾ നമ്മളോട് പറയാൻ പറ്റും. അവർക്ക് തന്നെ മനസ്സിലാവും അപ്പനോട് പറയണോ, പറഞ്ഞാല് ഇന്ന കടങ്ങളില്ലേ. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനിതൊന്ന് കുട്ടികള് അത്യാവശ്യം ഇപ്പോഴത്തെ കുട്ടികള് അത്യാവശ്യം അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ. അത് നമ്മൾ ഫാമിലി ഡിസ്കഷൻ വളരെ കുറവാണ്. ഇനി അഥവാ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 4 ആള് 4 ഫോണായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഭക്ഷണത്തിന്റെ ഗുണവും കിട്ടൂല, ഫാമിലിന്റെ ആ ഇതും കിട്ടൂല. അപ്പോൾ ഫോൺ ഉപയോഗിച്ചും കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ തന്നെ നമ്മൾ നിർത്തണം. ഫോൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആള് ആ സ്ട്രെസ് ഇതുണ്ടല്ലോ അത് നമ്മൾ മനസ്സിലാക്കില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ആളെ എടുത്ത എഫേർട്ട് ആ രുചിയിലാണ് വരിക. ആ രുചി എൻജോയ് ചെയ്യുമ്പോഴാണ് ഭക്ഷണം നമുക്കും അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി ആക്കുമായിരിക്കുന്നു. അത് ആ സമയത്ത് യൂട്യൂബ് നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇവൻ എന്തറിയാന്, ഇവനൊന്നും അറിയുന്നില്ല. പിന്നെ നല്ല കടവും ചീത്ത കടവുണ്ട്, അത് നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ ഒരു വിദ്യാഭ്യാസ ലോണ് അത് നാളെ നമുക്ക് നമ്മളെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള സംഭവം. അപ്പൊ അതിന് നമുക്ക് ഗുഡ് ഡെറ്റ്സ് ആയിട്ട് കൂട്ടാം. ബാഡ് ഡെറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ വീടൊക്കെ ശരിക്കും പറഞ്ഞ ബാഡ് ഡെറ്റ്സ് തന്നെ. ഇപ്പൊ ഒരു ജോയിന്റ് ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്ക് പെട്ടെന്ന് വേറെ അത്യാവശ്യം അയാൾക്ക് ആയിട്ടുണ്ടല്ലോ, കപ്പാസിറ്റി ആയാൽ അയാൾക്ക് സിംഗിളിലേക്ക് പോവാം. കപ്പാസിറ്റി ആകുന്ന വരെ ആ വീടിന് ജോയിന്റ് ഫാമിലിന്റെ പ്ലസ്സും ഉണ്ട് അതിന് മൈനസും ഉണ്ട്. അത് സഫർ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ
ഇത് വരില്ല. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ അധികം വീടുകളും പൂട്ടിക്കിടക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുക. താക്കോല് വേറെ വീടാണ്, ഉടമസ്ഥന്റെ കയ്യിലാണ് താക്കോൽ. വീട് താമസിക്കാൻ ആളില്ല. വീടുണ്ടാക്കി എത്രയോ വീടും സ്ഥലവും കൂടി കോടിക്കണക്കിന് സംഭവമുണ്ട്, ഇത് താമസിക്കാൻ ആളില്ല. ഈ വീട് താമസം ഉണ്ടെങ്കിൽ തന്നെ 3000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ 2 ആളൊക്കെ ഉള്ളത്. ഇത് അടിച്ചു വാരി വൃത്തികഴിച്ച് കൊണ്ടു നടക്കാൻ തന്നെയുള്ള വിഷമമാണ്. പക്ഷെ നമ്മള് മലയാളികൾക്കുള്ള ഒരു വീക്ക്നെസ് ആണ് സ്വന്തം വീട് എന്നുള്ളത്. അത് അതിന് മാറി ചിന്തിക്കേണ്ട കാലഘട്ടമായി. എങ്കിലും നമ്മളിങ്ങനെ ഈ കടപ്പം 60% മലയാളി കടന്നുള്ളത് 80-ലും 100-ലേക്ക് എത്തും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ, മാനുഫാക്ചറിങ് അങ്ങനെയുള്ള ഒരു നാടുമല്ല ഇപ്പൊ. ഇവിടെ ഇവിടെ നിന്നല്ലോ ഗൾഫിൽ നിന്നൊക്കെ പൈസ വന്നിട്ടുള്ള ഈ ഗൾഫിൽ നിന്ന് പൈസ വരുമെന്ന് ഞാൻ എല്ലാ ഗൾഫുകാരോടും പറയും, നിങ്ങളിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഫുള്ള് പൈസ അയച്ചു കൊടുക്കരുത്, കുറച്ച് അവിടെ വെക്കണം. അല്ലെങ്കിൽ വീട്ടുകാർക്ക് അറിയുന്നില്ല ഇയാളെ സിറ്റുവേഷൻ. ഗൾഫിലൊക്കെ എന്താ ചൂട് എന്ന് പറയാം, 52 ഡിഗ്രി ചൂടാ. ഇത് എല്ലാരും എ സിയിലൊന്നുമല്ല, ഗോഡൌൺ പണിക്കാർ, പല പണിക്കാരും ഉണ്ടാവും. അവനൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന പൈസ ഇവിടെ കഴിച്ചിട്ട് ഇവര് അത് ദാന്തമാക്കി തീർക്കുക. ആവശ്യമില്ലാതെ വീട്ടിൽ നല്ല അടുക്കള ഉണ്ടാവും, പക്ഷെ അവിടെ നിന്നൊന്നും ഭക്ഷണം പാകം ചെയ്യുന്ന 90% പുറത്തുനിന്ന് ഇങ്ങനെ സ്വിഗ്ഗിയും സൊമാറ്റോക്കോ അല്ലെങ്കിൽ പാർസലും ആക്കിയിട്ട് ഇങ്ങനെ കാശ് കൊണ്ട് തൊലക്കും. കാരണം ഇവനക്ക് അറിയുന്നില്ല ഇത് ഈ പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വീട്ടുകാർ അറിയുന്നില്ല. ഈ പൈസ ഉണ്ടാക്കിയവനല്ല അതിന്റെ വില അറിയുള്ളൂ. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒക്കെ നമ്മൾ കടം തീർക്കണം എന്ന് വെച്ചാൽ വേറൊരു ഇതിനൊരു ചൊട്ട് വിദ്യ ഒന്നുമില്ല കേട്ടോ. നിങ്ങളിതിന്റെ അടിയും കേട്ടപ്പോ ബഷീർഖാന്റെ ക്ലാസ് കേട്ട കടത്തുനിന്ന് കഴിച്ചില്ലാന്ന് ഒരു രക്ഷയില്ല. നമ്മൾ ഇതേമാതിരി ഹാർഡ് വർക്ക് ശരിക്കും നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിന് അതേമാതിരി ചെയ്യണം. നമ്മളിപ്പോ എത്രയോ ആൾക്കാർ നമ്മളിപ്പോ ഇവിടെ 10-20 ആളുണ്ടാവും. ഇതിൽ എത്ര ആൾക്കാർ ഇപ്പോഴും പുതപ്പിന്റെ ഉള്ളിലായിരുന്നു. നമ്മളൊരു കാലത്ത് പുതപ്പിന്റെ ഉള്ളിലായിരുന്നില്ലേ? നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയോണ്ട് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താ? അതാ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയപ്പോ അതേമാതിരി ഇതിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്താൽ രക്ഷപ്പെടും. ഓക്കെ, ഇനിയും കുറെ പറയാണ്ട്, സമയം അതിക്രമിച്ചിക്കിനി. ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും ഇതിന് കിട്ടിയാൽ ഉപകാരം കിട്ടി. കടയില്ലാത്തവര് കടമുള്ളവരെ ഇത് പറഞ്ഞ് ധരിപ്പിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ പ്ലാറ്റ്ഫോം തന്ന ബി മാജിക് ടീമിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവരോടും ഗുഡ് ബൈ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓരോരുത്തരായിട്ട് ചോദിച്ചോളൂ. Hello, നൗഫൽ good morning. ഓക്കെ. പക്ഷെ സാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസ്സാന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 16 വയസ്സുള്ള പിള്ളേര് വരെ അല്ലെ 18 വയസ്സായ പിള്ളേര് വരെ 1 ലക്ഷം രൂപ വരെ കട. നമുക്കൊന്നും ചിലപ്പോ നമ്മളൊക്കെ വളർന്ന സാഹചര്യത്തിൽ 100 രൂപ കടം കിട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇന്നൊരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോ 60,000 1 ലക്ഷം റുപ്യന്റെ ഐഫോണാ കിട്ടുന്നത്. അപ്പോ ഫിനാൻഷ്യലായിട്ട് അത്രയും ഫ്രീഡം കിട്ടിയ ഒരു നാടായിപ്പോയി. പിന്നീടുള്ളത് എങ്ങനെ വീട്ടിൽ നിന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്നില്ല എന്നാണ്. അപ്പൊ സത്യം പറഞ്ഞാല് എന്താ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, അതേപോലെ റിച്ച് ഡാഡ് പുവർ ഡാഡ്, പിന്നെ പണത്തിന്റെ മനഃശാസ്ത്രം, സൈക്കോളജിക്കൽ മണി, അങ്ങനത്തെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് വളരെ ലളിതമായ ഭാഷയിൽ ഈ ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടിയെന്നുള്ളത് ഒരു അത്ഭുതം. കാരണം അത്രയും ബുക്ക് വായിച്ച എനിക്കറിയാൻ പറ്റും. ഇപ്പൊ സാറൊക്കെ ഞാനൊക്കെ വായിച്ചതിന് ഒരു 100 ഇരട്ടി വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത്രയും പുസ്തകം വായിച്ചിട്ട് പോലും നമുക്ക് കിട്ടിയത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇതിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്കൊക്കെ ഒരു 10 പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഈ എക്സ്പീരിയൻസ് വഴിയും അല്ലാതെ സാറ് വായിച്ചത് സാറിന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നും സാറ് പറഞ്ഞ പോലെ നമ്മൾ എഫേർട്ട് എടുത്ത് രാവിലെ
ഒഴിവാക്കി വന്നിട്ട് വെറുതെ കേട്ട് പോവാതെ ഇതൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ഈ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ സാറിനെ പോലുള്ള ആളുകളൊക്കെ ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ഇതൊക്കെ എത്ര കൊടുത്താലും നമ്മൾ പെയ്ഡ് ചെയ്താൽ പോലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടിക്കോളണമെന്നില്ല. സത്യം പറഞ്ഞാല് ഇംപ്ലിമെന്റ് ചെയ്തവർക്ക് ഇത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്, അല്ലാത്തവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. വെറുതെ ക്ലാസ് കേട്ട് പോവാന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിൽ ദന്തലിന്റെ ക്ലാസ് കേട്ടു, ഇംപ്ലിമെന്റ് ചെയ്തു, 8000 രൂപ പോയി. പക്ഷെ എന്നാലും ഒരു സമാധാനം കിട്ടി, ഒരു ആശ്വാസം കിട്ടി ഭാവിയിലേക്ക്. 170 റുപ്യന്റെ ടൂത്ത് ബ്രഷ് വാങ്ങി. സാധാരണ 20 റുപ്യന്റെ അജീഷ് കോസ്റ്റാ വാങ്ങല്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വേണം. അപ്പം ക്ലാസ്സുകൾ കേട്ടോണ്ട് കാര്യമില്ല, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഏതായാലും വളരെ നന്ദി, ഹൃദയത്തിൽ നിന്നും എന്താ പറയാ, ഞാൻ ബഷീർ സാറെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചോദിക്കാൻ. എത്ര വലിയ തിരക്കിലാണെങ്കിലും പറയുക, പിന്നീട് വിളിക്കുക ഒക്കെ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും ബഷീർ സാറെ വിളിക്കുക. ഏതായാലും വളരെ ഒരു നന്ദി, വളരെ സന്തോഷം. രാവിലെ തന്നെ നല്ലൊരു ബൂസ്റ്റായി, എനർജിക്കായി. താങ്ക് യു സാർ, താങ്ക് യു ആൾ. താങ്ക് യു അനീഷ്. ഓക്കെ നൗഫൽസ്, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് അനു അഞ്ജലി പുതിയ മെമ്പറാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ സെഷനിൽ, അതോ ഫസ്റ്റ് സെഷൻ ആണോ ഇത്? അല്ല, ഞാൻ 3-4 ദിവസമായി. ഫസ്റ്റ് സെക്ഷൻ അല്ല. ഓക്കെ 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 ഓക്കെ. എന്താണ് ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാവോ? നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഡെയിലി കയറാറുണ്ട്. അപ്പോ വന്നത് മുതലേ നല്ല എന്താ പറയാ, ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ലൊരു മോട്ടീവ് തരുന്ന ടൈപ്പാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മാജിക് മോർണിംഗ്. മാജിക്. സർ, നല്ലൊരു സെക്ഷനായിരുന്നു. നല്ല ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ കടത്തുനിന്ന് എങ്ങനെ മുക്തി നേടാം, അല്ലെങ്കിൽ കടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. കടം വന്നു ചേരുന്ന വഴികളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ പലതും വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പലതും ഈ കടത്തിലേക്ക് പോകുന്നത്. അത് ബാങ്ക് ലോൺ ആയാലും പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ഇതായിട്ട് നമ്മളെ സ്വസ്ഥത നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. പക്ഷെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ഈ പലതരം രോഗങ്ങൾ, ഈ സൈക്കോസോമാറ്റിക് ഒക്കെ വരുന്നത് ഈ ടെൻഷനും ലോണിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ഉള്ള കടത്തിന്റെ ലിസ്റ്റ് ആദ്യം ഒന്ന് കുറയ്ക്കുക, പതുക്കെ പതുക്കെ എല്ലാം ഒഴിവാക്കുക. ചെലവ് ആവശ്യമുള്ള ചെലവാണോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്താണോ എന്നൊക്കെ തീരുമാനിക്കണം. അപ്പൊ ചെലവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ ചില ചെലവുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ വാഹനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ വീടായാലും ശരി, സാധാരണ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ വീട് എന്ന് പറഞ്ഞാൽ ചിലർ 3000 വാങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലോഡ് വരും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യം അത്യാവശ്യമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചിലത് തള്ളി വെക്കാൻ പറ്റുമെങ്കിൽ കുറെയൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും. പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടിലൊന്ന് ഡിസ്കസ് ചെയ്താൽ ചിലപ്പം നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്യും, ഒരു കൺട്രോൾ കിട്ടുകയും ചെയ്യും ചിലവിൽ. അതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഈ ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശരീരത്തിന് എക്സസൈസ്, മനസ്സിന് ഈ മെഡിറ്റേഷൻ ഒക്കെ ഉള്ള മാതിരി നമ്മൾ ഈ കടം തീർക്കാനും നമ്മൾ ശ്രമിക്കണം, അത് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകം പറയാലോ, 1947 ആണ് സ്വാതന്ത്ര്യം. അപ്പൊ അതുപോലെ തന്നെ ഈ കടത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന അതൊരു ടോപ്പിക് എടുത്തതിൽ വളരെ ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഏതായാലും നമ്മൾ ഈ ശരിക്ക് നമ്മളെ ഒന്ന് റിലീഫ് ആകാനും നല്ലൊരു ജീവിതം, അതായത് സമാധാനത്തോടു കൂടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് ഇന്ന് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു മനീഷ് സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മനീഷ്, താങ്ക് യു സോ മച്ച്. സോ ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? ബഷീർ സർ,
നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു സാർ ഇന്ന് തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് കടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതും അതിന്ന് മുക്തി നേടാൻ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന്ന് ഒഴിവാകാൻ പറ്റും എന്നുള്ള ക്ലാസ് ഒക്കെ ആയിരുന്നു സാർ ഇന്ന് പറഞ്ഞത്. അപ്പൊ താങ്ക് യു സാർ. എന്താ പറയണ്ടേന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞതിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. നല്ല അറിവാ കിട്ടിയത്. താങ്ക് യു. താങ്ക് യു അഫ്നിസ. താങ്ക് യു അഫ്നിസ മാം. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് മാജിക് കേൾക്കാം. മോർണിംഗ്. സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇത് മുന്നേ സാറ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാൻ ചെയ്യണം, സാലറി കൺട്രോൾ ചെയ്യണം, നമ്മുടെ പിന്നെ എന്താ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതാണ്, ഓൾറെഡി ചെയ്തു വെച്ചതാണ്. ഇപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ്. എൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാസം അവസാനം വരെ അത് ബാലൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ ഞാൻ സാറിനോടാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. കാരണം മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് നിലവിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഫാമിലിയിൽ ഡിസ്കഷൻ വരാത്തോട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, അതായത് ഹസ്ബൻഡിന് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് ഒക്കെ സെറ്റിലായി 50% എബോ ഇപ്പോൾ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയർ ആവുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഹായ്, മാജിക് മോർണിംഗ്. ശ്രീഷ്ണ. ബഷീർ സാർ, നമുക്ക് എത്ര സംസാരിച്ചാലും തീരാത്തൊരു ടോപ്പിക് ആയിരുന്നു ഇത്. എനിക്കും എന്താ പറയാ, സാറാണ് എൻ്റെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത് നന്നായിട്ട് പോകുന്നുണ്ട്. കടങ്ങളുണ്ട്, എന്നാലും നമ്മൾ ഈ ബി മാജിക്കിൽ ഇതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നത് കാരണം അങ്ങനെ ഒരു ആർഭാട ചെലവുകളിലേക്ക് പോകുന്നില്ല. എൻ്റെ ഒരു ഒപ്പം നിൽക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ നല്ല പ്രൗഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഇന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളതില്ല. എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ്. ഇപ്പൊ റീസെന്റ് തന്നെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്, അവളുടെ അച്ഛന് നല്ലൊരു കടമുണ്ടായിരുന്നു. ആള് ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ റീസെന്റ് ആണ് വീട്ടിൽ ഡിസ്കസ് ചെയ്തത് ആ കട 1.5 കോടിയാണെന്ന്. അപ്പൊ ആള് അത്രയും ഡൗൺ ആയപ്പോഴാണ് വീട്ടില് മകളോട് ആ കാര്യം പറഞ്ഞത്. അപ്പൊ ആ കുട്ടി ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇവിടെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന, മാസം 30,000 മാത്രം സാലറി ഉള്ള ഒരാളാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇനി അവരുടെ ആ ഒരു ലൈഫ് ലോങ് മുഴുവനും ഈ ഒരു കടത്തിന് വേണ്ടി ജീവിക്കാന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പൊ സാർ ഇത് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. നമുക്ക് എന്തുണ്ടെങ്കിലും അത് വീട്ടിൽ ഡിസ്കസ് ചെയ്യുക, അവരും കൂടെ അറിഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. നമ്മുടെ ഇൻകം ഇതാണ്, അതനുസരിച്ചുള്ള ചെലവുകൾ മാത്രം അപ്പൊ നമുക്ക് വീട്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ. ഓക്കെ, താങ്ക് യു ശ്രീഷ്ണ മാം. എനിവേ ബഷീർ സർ, ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാനും നൗഫൽ സാർ പറഞ്ഞ പോലെ ചെറിയ മക്കൾ തൊട്ട് വലിയ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരെ ബെനിഫിറ്റ്സ് ആവുന്ന ഒരു സെഷൻ ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യാൻ ലൈഫിൽ. കാരണം ഓരോ ദിവസം വഴുകുന്തോറും നമ്മുടെ ചെലവും എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പോവാം. എനിവേ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച് ടു ആൻഡ് ബഷീർ സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു ബഷീർ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു all. താങ്ക് യു സർ. താങ്ക് യു ഓൾ. Thank you, Bashir sir. Thank you all. താങ്ക് യു സർ. താങ്ക് യു.